പശുവിന് പുല്ല് ചെത്താൻ പോയ 84-കാരിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തെരുവുനായ ആക്രമിച്ചത്. ദേവകി അമ്മയെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 7 മുറിവുകളിൽ 4 എണ്ണം വളരെ ആഴത്തിലുള്ളതാണ്. മാംസം മുഴുവൻ നായ കടിച്ചെടുത്തതിനാൽ തുന്നിക്കെട്ടാനാകില്ല. മുറിവുകൾ ഉണങ്ങിയാൽ മാത്രമേ കയ്യിലെ ഒടുവിന് പ്ലാസ്റ്റർ ഇടാനുമാകുള്ളൂ. അവ എങ്ങും പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി പോച്ച് പറിച്ചുകൊണ്ട് വന്നിച്ചു. വീട്ടിൽ കൊണ്ടിട്ടേക്ക് രണ്ടാമത് ഞാൻ എടുക്കാൻ പോയത് എൻ്റെ ചെരുപ്പ് അവിടെ കിടക്കും. ഞാൻ എടുത്തിട്ട പട്ടി ഇങ്ങോട്ട് വന്ന് തേരെ ഇങ്ങോട്ട് വന്നേച്ച് അങ്ങ് മറച്ചു വിട്ട് അങ്ങ് കടിച്ച് മറച്ചു. പേവിഷ പ്രതിരോധ കുത്തിവെപ്പും മറ്റ് പ്രാഥമിക ചികിത്സകളും നൽകി ദേവകി അമ്മയെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരണം. അവര് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിൻ്റെ പേര് 2300 രൂപ 2800 രൂപ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണമെന്ന് പറയും. ഇഞ്ചക്ഷൻ എടുക്കുന്നു, അത് നമ്മൾ ഗ്യാരണ്ടി എഴുതി കൊടുക്കണം. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ വാറൻറ്റി എഴുതി കൊടുത്ത് എൻ്റെ വരുമ്പോഴും അവിടെ ആങ്ങളെയും കൂടെ വന്നു എന്നും കൂടെ ചോദിച്ചിട്ട് അവിടുന്ന് തന്നെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മരുന്നെടുത്ത് ഇഞ്ചക്ഷൻ ചെയ്തു. സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സയെങ്കിലും അതിസാധാരണക്കാരായ കുടുംബം മുന്നോട്ടു പോകാൻ നന്നേ ബുദ്ധിമുട്ടുകയാണ്. തെരുവുനായ്ക്കളെ കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ യാതൊരു നടപടിയും എടുക്കാതെ അധികാരികൾ ഉറക്കത്തിലും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.